ഹേയോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോൾഡ് ബൈ എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. സൂസു, ഹൃദയഹാരിയായ പ്രണയകഥ. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. 2 ദിവസം വൈകി പോയി സിനിമ കാണാൻ, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഈ ഹൃദയഹാരിയായ പ്രണയകഥ. നമുക്കറിയാം, നാത്താൻ കേസൂട് എന്ന സിനിമയിൽ വന്നിരിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ സുരേഷനും സുമലതയും. സോ അതിൻ്റെ ഒരു സ്പൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ 2 കഥാപാത്രങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള സിനിമയാണ് ഈ പറഞ്ഞ ഹൃദയഹാരിയായ പ്രണയകഥ. സിനിമയെ പറ്റി പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, രാജേഷ് മാധവൻ, ചിത്ര നായർ, കൂടാതെ സുധീഷ്, ശരണ്യ, ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ലീഡ് റോളായിട്ട്. ജിരു, ഇവരൊക്കെയാണ് മെയിൻ ലീഡ് റോളായിട്ട് ഇതിൽ വരുന്നത്. അത് കൂടാതെ ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നാടക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഈ സിനിമകളിലുണ്ട്. കാരണം അത് സിനിമ കാണാൻ മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. സോ ആക്ടിങ്ങിൽ പറയുകയാണെങ്കിൽ രാജേഷ് മാധവൻ ആസ് യൂഷ്വൽ ആ ഒരു സുരേഷ് എന്ന ക്യാരക്ടർ അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാക്സിമം എന്താ പറയാ, മൂപ്പർക്ക് ചെയ്യാവുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. താൻ കേസോട് സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ആ ക്യാരക്ടറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു വൈബ് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് കോസ്റ്റ്യൂമും കാര്യങ്ങൾ, ആ ഒരു വണ്ടി എല്ലാം കൊണ്ടും ആളൊരു അടിപൊളിയാണ്. സോ ആ ഒരു ക്യാരക്ടറിന്റെ അതേ ഒരു ഫീല് നമുക്ക് ഈ സിനിമയിൽ നന്നായിട്ട് മൂപ്പർ തന്നിട്ടുണ്ട്. പിന്നെ ചിത്രയായാലും ആളുടെ ഒരു ക്യാരക്ടർ, സുമലത എന്നുള്ള ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം കൺവിൻസിങ് ആയെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. ഒരു ഭയങ്കര സംഭവം എന്ന് പറയാനുള്ള ഒരു ഫീലിലേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തു തന്നെ പറയാം. എടുത്തു പറയേണ്ടത് സുധീഷ് എന്ന നടന്റെ പെർഫോമൻസ് ആണ്. ആ ഒരു എന്താ പറയാ, നാഹർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ലെവലുണ്ടല്ലോ. ആ ഒരു കപ്പട മീശയും വലിയ ഒരു ചെന്നിയും വലിയ മുടിയൊക്കെ ആയിട്ട്, അതായത് 3 കാലഘട്ടത്തിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. നമുക്ക് അത് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു 3 കാലഘട്ടത്തിലായാലും ഇദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെവൽ പറഞ്ഞത് അടിപൊളിയാണ്. പെർഫോമൻസ് പറഞ്ഞാൽ സുധീഷ് ഈ ഒരു സിനിമയിൽ മാക്സിമം എന്താ പറയാ, ആളുടെ സ്പേസ് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശരണ്യം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ശരണ്യ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ നല്ലൊരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ജസ്റ്റ് ഒരു ആക്ഷൻസിലായാലും ഇനിയിപ്പോ ജസ്റ്റ് ഒരു ഇമോഷൻ സീൻ ആയാലും ഒരു എക്സ്പ്രഷൻ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ശരണ്യ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ നാടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന്. കാരണം അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങൾ, എനിക്ക് തോന്നുന്നു നാടകത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണം കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങൾ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ രാജേഷ് മാധവന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരായിട്ട് അഭിനയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു എല്ലാവരുടെ ആക്ടിങ്. സോ കിട്ടിയ എല്ലാവരും അവരുടെ റോളുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയുള്ള ഒരുപാട് സിനിമകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അഭിനേത്രികൾ ഈ സിനിമയിലുണ്ട്. സോ ഡയറക്ടേഴ്സ് എല്ലാവരും ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. സിനിമയുടെ മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തിരക്കഥയാണ്. സംവിധായകനായ രതീഷ് പൊതുവാൾ തന്നെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. എവിടേക്കോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന പോലെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. ഇങ്ങനെ ഇത് എങ്ങനെ എഴുതി തീർത്തു എന്നുള്ളത് ഞാൻ ആ സിനിമ കാണുമ്പോൾ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. അതായത് പൊതുവെ പറയാറുണ്ട്, എന്താ പറയാ, കഥയെ കഥയായിട്ട് വിടുക, സിനിമയിൽ കഥയിൽ ചോദ്യമില്ല അല്ലെ, കഥയിൽ ചോദ്യമില്ല എന്ന് പറയാറുണ്ട്. സോ ചില സീനുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഡയലോഗ്സ്, ചില സീക്വൻസ് ആണെന്ന് ചോദിക്കും, അതെന്താ അങ്ങനെ, ആ ഒരു ചോദ്യം നമ്മളെ മൈൻഡിലേക്ക് വരും. സോ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഈ സിനിമയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാന്നുള്ളതാണ്. സോ എങ്ങനെയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ജോണറിലേക്ക് സിനിമയെ കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു തിരക്കഥ ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചുള്ള കാര്യമാണ്. ഡയറക്ഷൻ വൈസ് നോക്കണം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 കാലഘട്ടമാണ് ഈ സിനിമ കാണിക്കുന്നത്. ആ 3 കാലഘട്ടത്തിന്റെയും ഒരു ബ്ലെൻഡിങ്, ഒരു മിക്സിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു ലെവൽ തന്നെയായിരുന്നു. എവിടെയും ഇങ്ങനെ എന്താ പറയാ, ഓവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയറ്റാതെ, ഓവർ കളർ ഡീഗ്രേഡിങ് ചെയ്യാണ്ട് ഒരു മ്യൂച്വൽ ആയിട്ട് നല്ലൊരു മിക്സ്ചറിങ്ങിലാണ് ഈ സിനിമയെ അവർ കൊണ്ടുവരിക്കുന്നത്. സോ ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം, എന്താ പറയുക, ഒരു കട്ട് സീനോ ജമ്പിങ്ങോ ഇല്ലാണ്ട് ഒരു ഡോർ തുറക്കുമ്പോൾ പഴയ കാലഘട്ടം, തിരിച്ച് ആ ഡോർ അടിച്ച് പുറത്തേക്ക് കഴിയുമ്പോൾ പുതിയ കാലഘട്ടം, ആ ഒരു ട്രാൻസിഷൻ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തന്നെ തിയേറ്ററിന് തോന്നിയിട്ടുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ്ങിന്റെ കാര്യം, ടെക്നിക്കലി വരാണെങ്കിൽ കളർ ഗ്രേഡിങ് ഈ സിനിമയിൽ ഒരുപാട് കളർ ഗ്രേഡിങ്ങിന്റെ ആവശ്യമുണ്ട്. കാരണം ഈ 3 കാലഘട്ടം പോകുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിലായാലും ഓവർ ബ്ലാക്ക് കയറ്റുക വൈറ്റ് കയറ്റുക അങ്ങനെ സംഭവമൊന്നുമല്ല, ഒരു മ്യൂച്വൽ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്താ പറയാ, ന്യൂജൻ ആയിട്ടുള്ള സീൻ കാണിക്കുകയാണെങ്കിലും
ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഇതിന് സീനിന് ഇമ്പാക്ട് കൊടുക്കുമ്പോൾ അവിടെ കൊടുത്തിരുന്ന കളർ ഗ്രേഡിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ഒക്കെ വേറെ ലെവലാട്ടോ. കാലഘട്ടം അനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ വന്നത് ഭയങ്കര രസമുണ്ട് കാണാൻ. ഇപ്പൊ ചിത്രയുടെ ആയാലും അല്ലെങ്കിൽ രാജേഷ് മാധവന്റെ ആയാലും ഇവരുടെയൊക്കെ കോസ്റ്റ്യൂമാണ് എനിക്ക് ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഡോൺ വിൻസെന്റിന്റെ മ്യൂസിക്കും കുറച്ച് പാട്ടുകളേ ഉള്ളൂ, ആ പാട്ടൊക്കെ നല്ലൊരു രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ബിജിഎംസ് ആയാലും ചില സ്പോട്ടുകളിലൊക്കെ ബിജിഎം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. അതിനൊരു ഇമ്പാക്ട് കൊടുക്കാൻ, ആ സിനിമയുടെ ആ സീനൊരു ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോൺ വിൻസെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ആയാലും ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ്. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സിനിമ അടിപൊളി തന്നെയാണ്. നാടകമാണ് ഈ സിനിമയുടെ മെയിൻ. ഈ ഒരു സിനിമ എന്ന നാടകത്തിലൂടെയാണ് സിനിമ തുടങ്ങി പോകുന്നത്, നാടകത്തിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. നാടകത്തിന് ഈ സിനിമയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരുപാട് പേര് സിനിമയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഈ സിനിമയുടെ ഒരു മെയിൻ ഇതിവൃത്തം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ ഭാഗം എന്ന നാടകമാണ്. സോ ഈ സുരേഷന്റെയും സുമലതയുടെയും പ്രണയം പോകുന്നതൊക്കെ ഈ ഒരു നാടകത്തിലൂടെയാണ്. സിമ്പിൾ ആയിട്ടൊരു പ്രേമമാണ്. നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് പേര് തമ്മിൽ പ്രണയിക്കുന്നു, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അവർ തമ്മിൽ വേർപിരിയുന്നു, വീണ്ടും ഒന്നിക്കുന്നുണ്ടോ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റോറിയാണ് ഈ സിനിമക്കുള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ അതിനെ കൊണ്ടുപോയിരിക്കുന്ന രീതിയാണ് മനസ്സിലായില്ലേ. 3 കാലഘട്ടത്തെയും ഒരേ സെക്കൻഡിൽ ടിപ് 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 എന്നായിട്ട് ട്രാൻസിഷൻ കൊടുത്തുകൊണ്ട് കാലഘട്ടം മാറ്റിക്കൊണ്ട് ആ ഒരു പ്രണയം കാണിച്ചുകൊണ്ട് അതിന്റെ ഒരു എൻഡിങ്ങിലേക്ക് എത്തുന്ന രീതിയാണ് നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ മൊത്തത്തിലെല്ലാം കൂടി നല്ലൊരു ഒരു അടിപൊളി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ തിയേറ്ററിനകത്തേക്ക് എത്രത്തോളം ഈ സിനിമയെ ആൾക്കാർ കൊണ്ടുവരും, അതായത് പ്രേക്ഷകനെ എത്രത്തോളം ഈ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് മുമ്പിലുണ്ട്. കാരണം ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ചില വല്ല ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് വാല്യൂ ഈ സിനിമക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അതിൽ കൂടുതൽ സമയം എന്താ പറയാ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ഫീല് പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒരു നല്ല സിനിമയായിട്ട് തോന്നി, ഒരു വേറെ തന്നെ ഒരു എന്താ പറയാ ക്രിയേറ്റിവിറ്റി, ഒരു ക്രാഫ്റ്റ് ആയിട്ട് തോന്നി, രസമുണ്ട്. കാരണം നമുക്കറിയാം രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ പൊതുവെയുള്ള മേക്കിംഗ് നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. ചിലതൊക്കെ മൂപ്പർ ഒരു ഡിഫറന്റ്ലി ആണ് മേക്ക് ചെയ്യുക. സോ ആ ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെങ്കിൽ ഒരു ഫ്രഷ് മൈൻഡോടെ, പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ഒരു ഫ്രീ ആയിട്ട് പോയിട്ട് സിനിമ കാണുക, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പോയിട്ട് ഈ സിനിമ കാണുക. തീർച്ചയായിട്ടും എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു രീതിക്കാണ് മൂപ്പർ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം സിനിമ വർക്ക് ആയിട്ടുണ്ട്. നിങ്ങളും പോയിട്ട് തിയേറ്ററിൽ നിന്ന് കാണുക. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും